ദൈവപ്രസാദം ലഭിച്ച, ദൈവപ്രീതി ലഭിച്ച ബൈബിളിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടൊരു കഥാപാത്രമായി യോസഫ്. പഴയ നിയമത്തിലെ യോസഫ്, യാക്കോബിൻ്റെ ഇഷ്ടപുത്രനായിരിക്കുന്ന യോസഫ്. ആ യോസഫിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് ഉൽപ്പത്തി പുസ്തകം 39 അധ്യായത്തിൽ നമ്മളിങ്ങനെ കാണുന്നു. 2 വാക്യം, യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി. 39 അധ്യായം 21 വാക്യം, എന്നാൽ യഹോവ യോസഫിനോട് കൂടെ ഇരുന്നു, കാരാഗൃഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി. 23 വാക്യം, യഹോവ അവനോട് കൂടെ ഇരുന്ന് അവൻ ചെയ്തതൊക്കെ സഫലമാക്കുക കൊണ്ട് അവൻ്റെ കൈക്കീഴിലുള്ള യാതൊന്നും കാരാഗൃഹ പ്രമാണി നോക്കിയില്ല. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ തിരുവചനം ഇന്ന് രാവിലെ നമുക്ക് ധ്യാനിക്കാൻ ദൈവം തന്നതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ആ വചനത്തിലേക്ക് നമുക്ക് വരാം. ഞാൻ പല സന്ദർഭങ്ങളും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ബൈബിളിലെ ഓരോ കഥാപാത്രങ്ങളും സാധാരണക്കാരാണ്. പക്ഷെ അവരെങ്ങനെ അസാധാരണ വ്യക്തിത്വങ്ങളായിട്ട് മാറി എന്നുള്ളത് തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ, അവരുടെ ലൈഫ് നമ്മൾ പഠിക്കുമ്പോൾ കാണാൻ കഴിയും. യോസഫിനോടുള്ള ബന്ധത്തിൽ ഇന്ന് നമ്മൾ പഠിക്കുന്ന ഭാഗം, അവൻ ദൈവത്തിൻ്റെ റൂട്ടിൽ അവൻ നടന്നു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ റൂട്ടിൽ നടന്നു എന്നുള്ളതാണ്. ചെറിയ പ്രായത്തിൽ തന്നെ ഗൗരവമേറിയ 2 സ്വപ്നങ്ങൾ അവൻ കണ്ടെങ്കിലും ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാതിരിക്കാൻ, നിറവേറാതിരിക്കാനുള്ള പശ്ചാത്തലങ്ങൾ, സാഹചര്യങ്ങൾ അവൻ്റെ മുമ്പിൽ ഒരുങ്ങി വന്നത്. നീ ഒരു ദൈവിക സ്വപ്നത്തിൻ്റെ പുറയിലാണെങ്കിൽ കുഞ്ഞെ, ആ സ്വപ്നം നിൻ്റെ ജീവിതത്തിൽ നിറവേറരുതെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരുമുണ്ട്, അവൻ പൈശാചിക ശക്തികളുമുണ്ട് കേട്ടോ. പക്ഷേ നിനക്കെന്നും കരുത്ത് ആ സ്വപ്നം നിന്നോട് പറഞ്ഞ ദൈവമായിരിക്കണം. സ്വപ്നം പറഞ്ഞ ദൈവം കരുത്തായിട്ട് നമുക്കുണ്ടെങ്കിൽ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും, ഏത് വ്യത്യസ്തമായ അവസ്ഥകളെയും നമുക്ക് നേരിട്ട് ജയം വരിക്കുവാനായിട്ട് കഴിയും. ആമേൻ. ഇവിടെ നിങ്ങൾ നോക്കിയേ, കണ്ട സ്വപ്നം സഹോദരന്മാരോടും മാതാവിനോടും ഒക്കെ പറഞ്ഞത്, പിതാവിനോടൊക്കെ പറഞ്ഞത് അവനെ ശാസിക്കുന്നതിലേക്കും അവനെ പകയ്ക്കുന്നതിലേക്കൊക്കെയാണ് കൊണ്ടുവന്ന് എത്തപ്പെട്ടത്. ഇന്നലെ അവർ ചിന്തിക്കണ്ടേ, ദൈവമാണല്ലോ ഇവന് സ്വപ്നം കാണിച്ചത്, ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു ആമേൻ ആ വ്യക്തിത്വത്തിന് ഉടമയായിട്ട് ഇവൻ മാറുന്നെങ്കിൽ ഞങ്ങൾക്കെന്താ എന്ന് ചിന്തിക്കേണ്ടതിന് പകരം, ഞങ്ങൾക്ക് കിട്ടാത്ത നിനക്ക് വേണ്ട, ഞങ്ങൾക്കില്ലാത്ത നിനക്ക് വേണ്ട എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെട്ടു. പക്ഷേ ദൈവം അവനെ പണിയാൻ ആഗ്രഹിച്ച ഇടം മിസ്രയീം എന്ന് പറയുന്ന ഈജിപ്റ്റായിരുന്നു. യെസ് കുഞ്ഞെ, നീ കണ്ട ചില സ്വപ്നത്തിൻ്റെ പൂർത്തീകരണം നിന്നെ ചേർത്തണയ്ക്കപ്പെടേണ്ടവരുടെ അടുത്ത് നിനക്ക് കിട്ടിയില്ലെങ്കിൽ ഒരിക്കലും നീ ആഗ്രഹിക്കാത്ത, ഒരിക്കലും നീ ചിന്തിക്കാത്ത ചില മേഖലകളിലൂടെ നീ കടന്നു പോകേണ്ടി വരും. മനസ്സിലാക്കിക്കോണം, ദൈവം നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ഏത് പ്രതികൂല സാഹചര്യത്തിൽ നീ ആയിരുന്നാലും ആ കാര്യം സംയമനത്തോടെ സൂക്ഷിച്ചോണം. ദൈവം എൻ്റെ കൂടെ ഉണ്ടോ? ഞാൻ ദൈവത്തിൻ്റെ കൂടെയാണ്. ദൈവം എൻ്റെ കൂടെ ഉണ്ടോ? ഞാൻ ദൈവത്തിൻ്റെ കൂടെയാണ്. ജീസസ് യോസഫിനെ തിരിച്ചറിയാൻ കഴിഞ്ഞു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആദ്യം ചെന്ന ഇടം പൊത്തിഫേറിൻ്റെ വീടായിരുന്നു. ആ വായിച്ച വാക്യം, യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നുവെച്ചാൽ ആ വീട്ടിനകത്ത് അടിമയായിട്ട് വന്നവൻ കാര്യക്കാരനായിട്ട് മാറി. ഒത്തിരി സമയമൊന്നും പോയില്ല, അവൻ്റെ കൂടെ ദൈവം ഉണ്ടെന്ന് പൊത്തിഫേർ മനസ്സിലാക്കി. പക്ഷെ പൊത്തിഫേറിൻ്റെ ഭാര്യ മനസ്സിലാക്കിയത്, ഹല്ലേലൂയ, അവൻ്റെ മേലുള്ള ദൈവകൃപയെ, അവൻ്റെ മേലുള്ള ദൈവിക ഫേവറിനെ എങ്ങനെങ്കിലും ഇല്ലാതാക്കി അതിന് ശേഷം മനുഷ്യരെ പോലെ ആക്കണം എന്നുള്ളതാണ്. പക്ഷെ യോസഫ് അതിന് വിട്ടുകൊടുത്തില്ല, യോസഫ് അതിന് സമ്മതിച്ചില്ല. തന്നിമിത്തം അവൻ്റെ മേലുള്ള ദൈവിക പ്രീതി കൂടാനിടയായി തീർന്നു. കാരാഗ്രഹത്തിനകത്തേക്ക് അവൻ ചെല്ലുമ്പോൾ നമ്മൾ വായിച്ചു, കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി. ദയ തോന്നത്തക്കവണ്ണം കൃപ നൽകി കേട്ടോ. അടുത്തത് വീണ്ടും നമ്മൾ വായിച്ചു, യഹോവ അവനോട് കൂടെ ഇരുന്ന് അവൻ ചെയ്തതൊക്കെ സഫലമാക്കുകൊണ്ട് അവൻ്റെ കൈക്കീഴിലെ യാതൊന്നും കാരാഗ്രഹ പ്രമാണി നോക്കിയില്ല. ഉണ്ടോ? വിഷയം ഉണ്ടാകുന്ന വലിയ ഒരു കേസാണ് അവൻ്റെ ജീവിതത്തിൽ വന്നത്. പക്ഷെ ആ കാരാഗ്രഹ പ്രമാണി അവനെ വാച്ച് ചെയ്യാത്ത രീതിയിൽ ദൈവം അവനെ വാച്ച് ചെയ്യാനിടയായിത്തീർന്നു. കാരാഗ്രഹ പ്രമാണിക്ക് മനസ്സിലായി, ഇവൻ ആളെ കുഴപ്പമില്ലാത്തവനാണ്. അവൻ്റെ കാര്യങ്ങളെല്ലാം, അവിടുത്തെ കാര്യങ്ങളെല്ലാം യോസഫ് കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റപ്പെട്ടു.
കുഞ്ഞെ, നിനക്ക് വലിയ കഴിവില്ലെങ്കിലും നിനക്ക് വലിയ പ്രാപ്തിയില്ലെങ്കിലും ദൈവം നിന്നോട് കൂടെ ഇരിപ്പുണ്ടെങ്കിൽ, നീ ദൈവത്തോടൊപ്പം നടക്കുന്നതെങ്കിൽ പലയിടങ്ങളിൽ നീ ലീഡറായിരിക്കും കേട്ടോ. നീ ലീഡറാകാനൊന്നും ആഗ്രഹിക്കുന്ന ആളല്ല, പക്ഷെ നിന്നെ ദൈവം ലീഡറാക്കും. കാരണം നിന്നിലൂടെ ദൈവത്തെ വെളിപ്പെടുത്തണം, നിന്നിലൂടെ ദൈവത്തിൻ്റെ നാമത്തെ വെളിപ്പെടുത്തണം. അതിനുവേണ്ടി ദൈവം എന്തു ചെയ്യും? അതിനുവേണ്ടി ദൈവം എന്തു ചെയ്യും കേട്ടോ? ഇതൂത് ഹൃദയത്തിനകത്ത് കോറിയിട്ടോ, അതിനുവേണ്ടി ദൈവം എന്തു ചെയ്യും? ആമേൻ. അതിനുവേണ്ടി ദൈവം എന്തു ചെയ്യും? എന്താ അവിടെ സംഭവിച്ചത്? പാനപാത്രവാഹകനും അപ്പക്കാരുടെ പ്രമാണിയും കണ്ട സ്വപ്നത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി കൊടുക്കാൻ ഈ കളിയാക്കപ്പെട്ട സ്വപ്നക്കാരൻ കളിയാക്കപ്പെട്ട യോസഫിനെ കൊണ്ട് തന്നെ ദൈവം ചെയ്യിച്ചെങ്കിൽ അത് അവനോടുള്ള ദൈവത്തിൻ്റെ നീതിയാണ്, അവൻ്റെ സ്വപ്നത്തോടുള്ള ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. നിന്നോടൊരു ദൈവത്തിൻ്റെ നീതിയുണ്ട് കുഞ്ഞെ, നിന്നോടൊരു ദൈവത്തിൻ്റെ വിശ്വസ്തതയുണ്ട്. അത് നിന്നെ കളിയാക്കിയവർ പറഞ്ഞ വാക്കുകളിലൂടെ തന്നെ ദൈവം അത് തെളിയിക്കും, നിവർത്തിയാക്കും. ആ ദൈവവരങ്ങൾ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അവൻ കണ്ട സ്വപ്നം പോലെ നടന്നു. സഹോദരന്മാർ വന്നവനെ നമസ്കരിച്ചു, അവൻ്റെ കറ്റ എഴുന്നേറ്റ് നിന്നു. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതി കാര്യങ്ങൾ മാറ്റപ്പെട്ടെങ്കിൽ ഈ സന്ദേശം കേൾക്കുന്ന നമ്മുടെ ജീവിതത്തിലും ഇന്നലകൾ ദൈവം അറിയിച്ച ദൂതുകൾ, സ്വപ്നങ്ങൾ നിറവേറാൻ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, വളരെ ഗൗരവമേറിയ ചിന്തകൾ ഈ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകി തന്നല്ലോ. സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിനകത്ത് അങ്ങയോട് കൂടെ നടക്കുന്നതിലൂടെ ലഭിക്കുന്ന ഡിവൈൻ ഫേവർ ദിവസങ്ങൾ വെളിപ്പെടുത്തുന്നു, പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് മുദ്രയിടുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.